അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഞായറാഴ്ച കാനഡയിൽ അതിദാരുണമായ ഒരു സംഭവം നടന്നു. 14 വർഷം മുമ്പ് പാകിസ്ഥാനിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറി പാർത്തയാളാണ് സൽമാൻ അഫ്സാലും കുടുംബവും. സൽമാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവർ നടക്കാൻ ഇറങ്ങാറുണ്ട്, കുടുംബസമേതം തന്നെ. ഞായറാഴ്ച വൈകുന്നേരവും അവർ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അത് മരണത്തിലേക്കുള്ള നടത്തമായിരുന്നു എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ വെറും 20 വയസ്സുള്ള ഒരു ഭീകരവാദി അവരെയും കാത്തിരിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സൽമാനും അദ്ദേഹത്തിൻ്റെ 74 വയസ്സുള്ള ഉമ്മയും പിന്നെ ഭാര്യയും മകളും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ഭീകരതയുടെ ഇരകൾ. കാനഡയിലെ ചെറിയ സിറ്റിയായ ലണ്ടനിലെ ഒരു ഇൻ്റർസെക്ഷനിൽ റോഡ് മുറിച്ചു കടക്കാൻ സിഗ്നൽ കാത്തു നിൽക്കുമ്പോഴാണ് നെത്താനിയേൽ വെൽസ്മാൻ എന്ന ഭീകരൻ അവർക്ക് മേലെ ട്രക്ക് ഓടിച്ച് കയറ്റിയത്. 9 വയസ്സുകാരനായ ഫയാസ് ഒഴികെ ബാക്കി എല്ലാവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഗുരുതര പരിക്കുകളോടെ ഫയാസ് ആശുപത്രിയിൽ കഴിയുകയാണ്. പാശ്ചാത്യ നഗരങ്ങളിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ പതിവാണ്. 2017 ഒരു മുസ്ലിം പള്ളിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടത്. വേറൊരു സംഭവത്തിൽ ഒരു ഇമാമിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പ്രതി ഇസ്ലാമോഫോബിയ തന്നെയാണ്. അത് തുറന്നു പറയുന്നുണ്ട് നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹത്തിൻ്റെ വികാരനിർഭരമായ പാർലമെൻറ്റ് പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ പരിഭാഷയാണ് ഞാനിവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഫ്രീ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Assalamu alaikum. Lately, a lot of Canadians have been enjoying evening walks to get a bit of fresh air after long days at home during this pandemic. On Sunday in London, Ontario, that's what a grandmother, 2 parents, and 2 children went out to do. 3 generations of the Afzul family: Salman, Madia, their children Yumna and Fayaz, and their grandmother. But unlike every other night, that family never made it home. Their lives were taken in a brutal, cowardly, and brazen act of violence. This killing was no accident. This was a terrorist attack motivated by hatred in the heart of one of our communities. അസ്സലാമു അലൈക്കും. അതായത് നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. ഇസ്ലാമിൻ്റെ ഈ അഭിവാദന വചനത്തോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രസംഗം ആരംഭിക്കുന്നത്. ഈയിടെ കനേഡിയൻസ് ഈവനിങ് വാക്കിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി. ഈ മഹാമാരിയുടെ അടച്ചുപൂട്ടലിൻ്റെ ആ ഒരു തിങ്ങലിൽ നിന്ന് മോചനം നേടാനൊക്കെ ആയിട്ട് ആളുകൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഒൻറ്റാറിയോയിലെ ലണ്ടനിൽ അങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു അഫ്സാൽ ഫാമിലി. 3 തലമുറകൾ, ഒരു മുത്തശ്ശിയും മാതാപിതാക്കളും അവരുടെ 2 മക്കളും. അങ്ങനെ 3 തലമുറകളിലുള്ള 5 പേർ. അതായത് തലത് അഫ്സാൽ, അവരുടെ മകൻ സൽമാൻ അഫ്സാൽ, ഭാര്യ മദിഹ, മക്കളായ യുംനയും ഫയാസും എന്നും സായാഹ്ന സവാരിക്കിറങ്ങുന്ന ആ കുടുംബം പക്ഷേ ഞായറാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയില്ല. അവരെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. അവരുടെ ജീവനെടുത്തത് അങ്ങേയറ്റം ക്രൂരനായ, അതിലുപരി ഭീരുവായ ഒരാൾ വൃത്തികെട്ട അക്രമത്തിലൂടെ അവരുടെ ജീവനെടുത്ത് കളഞ്ഞിരിക്കുന്നു. ഈ കൊലപാതകങ്ങൾ ഒരു അപകടമല്ല, കരുതിക്കൂട്ടിയുള്ള കുരുതിയാണ്. ഇതൊരു ഭീകരാക്രമണമാണ്. നമ്മുടെ ഇടയിൽ തന്നെയുള്ള വൃത്തികെട്ട മനസ്സുള്ളൊരുത്തൻ ചെയ്ത ഭീകരാക്രമണം. La Grande Mosquée de Québec, the cowardly murder of Mohammed Aslam Zafis at a mosque in Toronto, the violent attacks against black Muslim women in Edmonton, and so many other people across the country who faced insults, threats, and violence. They were all targeted because of their Muslim faith. This is happening here in Canada, and it has to stop. ഒരു കുടുംബത്തിലെ 4 ആളുകളുടെ ജീവനെടുത്ത ഈ സംഭവത്തെ ഞാൻ അങ്ങേയറ്റം ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. ഒപ്പം ഗുരുതരമായി പരിക്കേറ്റ ആ കുടുംബത്തിലെ 9 വയസ്സുകാരൻ്റെ കാര്യത്തിലും എനിക്ക് ആശങ്കയുണ്ട്. നമ്മുടെ അനുകമ്പയും സഹാനുഭൂതിയും അവരുടെ സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും ഞാൻ സമർപ്പിക്കുകയാണ്.
ആ കുഞ്ഞുമോന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, അവൻ ഇനിയുള്ള കാലം മുഴുവനും ജീവിക്കേണ്ടി വരിക ഈ ദുഃഖത്തിലായിരിക്കും. മുഴുമിപ്പിക്കാനാവാത്ത, ഉത്തരം കണ്ടെത്താൻ കഴിയാനാവാത്ത വേദനയിൽ, ഒപ്പം വെറുപ്പിൽ. ഇസ്ലാമോഫോബിയ തലക്ക് പിടിച്ച ഭീരുവായ ഒരുത്തൻ്റെ ഈ ഹീനകൃത്യത്തോടുള്ള വെറുപ്പിൽ, അതിലാണ് അവനിനി ജീവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ക്യൂബെക് സിറ്റിയിൽ മുഹമ്മദ് അസ്ലം എന്നയാളെ പള്ളിയിൽ വെച്ച് കുത്തിക്കൊന്നത്? അതുപോലെ കറുത്ത വർഗക്കാരികളായ മുസ്ലിം സ്ത്രീകളെ എഡ്വൻഡിൽ ആക്രമിച്ചത്? അതേപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി സംഭവങ്ങൾ. ചിലയിടത്ത് അത് ഭീഷണിയുടെ രൂപത്തിലായിരുന്നു, മറ്റ് ചിലയിടത്ത് അപമാനിക്കലായിരുന്നു, വേറെ ചിലയിടത്ത് ആക്രമിക്കലായിരുന്നു. അവരെല്ലാം ആക്രമിക്കപ്പെട്ടത് ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു, അവരൊക്കെയും മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് കാരണം. ഇത് സംഭവിക്കുന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ കാനഡയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കണം. ഈ ആക്രമണങ്ങൾ നമ്മുടെ ശീലമായി മാറിക്കൂടാ. എന്ത് വില കൊടുത്തും ഇത് തടയുക തന്നെ വേണം. അതായത് ഇതൊരു സാധാരണ സംഭവമായി മാറിക്കൂടാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. Words matter. They can be a seed that grows into an ugly, pervasive trend, and sometimes they lead to real violence. The jokes that are not funny, the casual racism, the insinuations that are only meant to diminish, the toxic rhetoric, the disinformation and the extremism online, the polarization we see too often in our public discourse and in our politics. As leaders and as Canadians, we not only have to say enough is enough, we must take action. We cannot allow any form of hate to take root, because the consequences can be far too serious. We've seen it in Christchurch. We've seen it in other places around the world, and we've lived it here at home. Right now, Canadians are outraged by what happened on Sunday, and many Muslim Canadians are scared. Last night, I spoke with the Mayor of London, Ed Holder, and a representative of the local Muslim community, Nawaz Tahir, to share my condolences and discuss the urgency of what more we must do to keep our communities safe. Mr. Speaker, we stand with the people of London and with Muslim communities across the country. We're going to continue to fund initiatives like the Security Infrastructure Program to help protect communities at risk and their schools and places of worship. We'll continue to fight hate online and offline, which includes taking even more action to dismantle far-right hate groups like we did with the Proud Boys by adding them to Canada's terror listing. And we'll continue doing everything we can to keep communities safe. വെറുപ്പ് വിതക്കുന്ന ഓരോ പ്രവൃത്തിയെയും നമ്മൾ തള്ളിപ്പറയുക തന്നെ വേണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് വെറുപ്പ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. നമ്മൾ വെറുതെ എന്ന് കരുതുന്ന വാക്കുകൾ ഒരു വിഷവിത്തായി മാറാം. അത് ചിലപ്പോൾ വലിയൊരു അക്രമത്തിലോ കൂട്ടക്കൊലയിലോ കലാശിച്ചേക്കാം. അതുകൊണ്ട് അത്തരം തമാശകൾ പോലും നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. മറ്റൊന്ന്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വംശീയത, അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു വംശത്തിലുള്ള ആളുകളെ കണ്ടുകൂടാത്ത അവസ്ഥ, പച്ചക്ക് പറഞ്ഞാൽ വിഷം ചീറ്റുന്ന വംശീയത, പ്രകടമായി കാണുന്ന തീവ്രവാദവും ഒരു സമൂഹത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മയും. രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും നമ്മൾക്ക് ആ ഭിന്നിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. വെറുമൊരു നേതാവെന്ന നിലക്ക് മാത്രമല്ല, ഒരു സാധാരണ കനേഡിയൻ പൗരൻ എന്ന നിലക്ക് ഞാനിത് പറഞ്ഞേ പറ്റൂ. മടുത്തു ഈ വൃത്തികെട്ട അക്രമം. ഇസ്ലാമോഫോബിയയുടെ ഈ നാളുകൾ അവസാനിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത്. വാക്കുകൾ മതിയാവില്ല. ഇനിയും വെറുപ്പിന് വേരോടാൻ നമ്മൾ ഈ രാജ്യത്തെ വിട്ടുകൊടുക്കരുത്. ഇതിൻ്റെയൊക്കെ അനന്തരഫലം ഭീകരമായിരിക്കും. ക്രൈസ്റ്റ് ചർച്ചിലും മറ്റു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മളിത് കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നമ്മളത് അനുഭവിച്ചതാണ്. അപ്പോൾ നമുക്കൊക്കെ കുറച്ച് ഇളക്കം തട്ടിയിട്ടുണ്ട്.
ഇവിടുത്തെ മുസ്ലിങ്ങൾ പേടിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടൻ മേയറോടും അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നവാസ് താഹിറുമായും സംസാരിച്ചു. എൻ്റെ അനുശോചനവും ദുഃഖവും ഞാൻ അവരെ അറിയിച്ചു. ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും സാധിച്ചു. നമ്മളിപ്പോൾ ലണ്ടനിലെ എന്നല്ല, രാജ്യത്തുടനീളമുള്ള മുസ്ലിം സമൂഹത്തോടൊപ്പമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാനുള്ള എല്ലാ വഴികളും നമ്മൾ ആലോചിക്കുക മാത്രമല്ല, ആ വഴികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും. അതിന് തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള സംഘങ്ങളെ ഭീകര പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കും. ഒപ്പം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വെറുപ്പ് വിതക്കുന്ന എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഞായറാഴ്ച ഈ അക്രമം നടത്തിയ ആ ഭീരു നമ്മളെ പ്രതിനിധീകരിക്കുന്നവനല്ല, അവൻ നമ്മുടെ ആരുമല്ല. കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, അതിലാണ് നമ്മുടെ ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് വിദ്വേഷങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടണം. Mr. Speaker, if anyone thinks racism and hatred don't exist in this country, I ask to them this: how do we explain such violence to that child in hospital? How can we look families in the eye and say Islamophobia isn't real? When you listen to the black Muslim woman who constantly looks over her shoulder at the bus stop, fearing someone will pull off her hijab or hurt her, she'll tell you Islamophobia exists. If you listen to the parents who beg their children not to wear traditional clothes for fear of them being harassed or attacked simply for what they're wearing, I'll tell you, racism exists. Muslim families have often felt uncertain or even fearful when they go out in the streets wearing traditional garb. The reality is, most Canadians haven't necessarily been aware of that fear that far too many racialized and Muslim Canadians carry with them anytime they go outside. If the attack in London has any follow-up or I don't even want to say positive, but any impact on non-Muslim Canadians, it should be this: to understand the anxiety and the fear that our fellow Canadians carry, that they shouldn't be. And it is on all of us to understand that experience and be there to support and to help. We can and we must act. As Canadians, we've been fighting a global pandemic for over a year now, and we did it by coming together, by working together. And that is the only way of confronting the ugly face of hatred. I want all Canadians to know that we are all diminished when any one of us is targeted. We need to stand up to reject racism and terror and work together to embrace what makes our country strong, our diversity. May peace and blessings be upon you. ഇനി വംശീയതയും വെറുപ്പുമൊന്നും ഈ മണ്ണിലില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും, വലിയ വായിൽ പറയുന്നവരുണ്ടാകും. അവരോട് ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും? ആ കുടുംബത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇസ്ലാമോഫോബിയ എന്നൊന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? യാഥാർത്ഥ്യത്തിന് നേരെ എത്ര കാലം നിങ്ങൾക്ക് കണ്ണടച്ച് നിൽക്കാൻ കഴിയും? ഒരു കറുത്ത വർഗക്കാരിയായ പെണ്ണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പേടിയോടെയാണ്. അടുത്ത നിമിഷം എൻ്റെ ഹിജാബ് ആരെങ്കിലും വലിച്ചു കീറുമോ എന്ന പേടിയോടെയാണ് അവൾ ബസ് കാത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ വേഷം കണ്ടുവന്ന് ആരെങ്കിലും ആക്രമിക്കുമോ എന്നവൾ പേടിക്കുകയാണ്. അവൾ പറഞ്ഞു തരും നിങ്ങൾക്ക്, ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടെന്ന് അവൾ കാണിച്ചു തരും. പരമ്പരാഗത വസ്ത്രം ധരിച്ചു പോകുന്ന മക്കളോട് വേണ്ടെന്ന് കെഞ്ചുന്ന മാതാപിതാക്കൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്താണ് വംശീയത എന്ന്. കാരണം ആ വസ്ത്രം ധരിച്ചത് കൊണ്ട്, ഇസ്ലാമിക വസ്ത്രം ധരിച്ചത് കൊണ്ട് അവരുടെ മക്കൾ
ആക്രമിക്കപ്പെടുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് വംശവെറിയെന്ന് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഹിജാബ് ധരിച്ച് പൊതു ഇടത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന മുസ്ലിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അവരുടെ വേദനകളും പേടിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ മുസ്ലിം അല്ലാത്തൊരാളെ ഈ ഭീകരാക്രമണം ബാധിച്ചെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നമ്മൾ കാനഡക്കാർ ഈ വിദ്വേഷത്തെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ഈ നാട്ടിലെ മുസ്ലിങ്ങളോടൊപ്പം ഈ നാടുണ്ട്, ഇവിടുത്തെ ജനങ്ങളുണ്ട്, അതുറക്കെ പറയുക തന്നെ വേണം. ഒരു വർഷത്തിലധികമായി നമ്മളൊരു മഹാമാരിയുമായുള്ള യുദ്ധത്തിലായിരുന്നു. അത് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ എതിരിട്ടത്. ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളെയും നമ്മൾ എതിരിടുന്നതും ഒറ്റക്കെട്ടായിരിക്കണം. കൂട്ടത്തിലൊരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മളുടെ തെളിച്ചം മങ്ങിപ്പോകുന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ വംശീയതയും വെറുപ്പും ഇസ്ലാമോഫോബിയും തുടച്ചു നീക്കാൻ പ്രയത്നിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വൈവിധ്യം, ആ വൈവിധ്യമാണ് നമ്മുടെ സൗന്ദര്യം. അതിനെ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൽ നിന്നുള്ള സമാധാനവും അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാവട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം, ലോകത്ത് സമാധാനമുണ്ടാവട്ടെ. വെറുപ്പിന്റെ വാഹകരെ മാറ്റി നിർത്തട്ടെ. ലോകം കൂടുതൽ സുന്ദരമാവട്ടെ. മാസലാമ. അസ്സലാമു അലൈക്കും.